ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 10ാം ക്ലാസ് വയസ്സായിട്ടുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. ഇത് LDC 2014 പത്തനംതിട്ട ജില്ലയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. നമ്മൾ ഈ 10ാം ക്ലാസ് വയസ്സായിട്ടുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ട് ഏകദേശം എത്ര പേര് മുഴുവൻ കണ്ടെന്നറിയില്ല, എന്നാലും കുറച്ച് വീഡിയോയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ ചോദ്യങ്ങൾ ഒരേപോലെ വരുന്ന കണ്ടിട്ടുണ്ട്. ഓരോ വീഡിയോയിലും മിനിമം 10 ക്വസ്റ്റ്യൻ വെച്ചിട്ടെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 1000 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അപ്പോൾ അതിൽ നോക്കുമ്പോൾ തന്നെ ഒരേ ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായി ചോദിക്കുന്നു. നമ്മൾ ആ ക്വസ്റ്റ്യൻ നോക്കുന്നില്ല, അതിൻ്റെ കാറ്റഗറി നോക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് തിണകൾ, പഞ്ചവത്സര പദ്ധതികൾ, റിട്ടുകൾ, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഭാഗങ്ങളും തിരഞ്ഞെടുത്തതിന് ശേഷം അത് സെപ്പറേറ്റ് ആയിട്ട് വിശദമായിട്ട് പഠിക്കേണ്ട ഒരാവശ്യകതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കണ്ട വീഡിയോയിൽ നിന്ന് കൂടുതലായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ഏത് ഭാഗത്തിൽ വരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. സമയം കിട്ടുന്നതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് സ്വന്തമായി നോട്ടുകൾ തയ്യാറാക്കി പഠിക്കാനും അത് സഹായിക്കും. അതോടൊപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ചില ചോദ്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെയും ചില കാര്യങ്ങളുണ്ടാകും. അതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതെല്ലാം നമ്മുടെ പഠനത്തെ മെച്ചപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ ഈ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിൻ്റെ കാറ്റഗറി ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഒരു PSC എഴുതുന്ന വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എല്ലാവിധ എക്സാമുകളും ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നോട്ടുകൾ തയ്യാറാക്കി പഠിക്കാനും ഒക്കെ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ റെക്ടിഫയറായി ഉപയോഗിക്കുന്നത് ഏത്? ഡയോഡ്. ഡയോഡാണ് ഈ തന്നിരിക്കുന്നവയിൽ റെക്ടിഫയറായിട്ട് ഉപയോഗിക്കുന്നത്. വൈദ്യുത പ്രവാഹത്തെ ഒരേ ദിശയിൽ മാത്രം ആക്കുന്ന പ്രവർത്തനമാണ് റെക്ടിഫിക്കേഷൻ. വൈദ്യുത പ്രവാഹത്തെ ഒരേ ദിശയിൽ മാത്രമാക്കുന്ന പ്രവർത്തനമാണ് റെക്ടിഫിക്കേഷൻ. നമുക്കറിയാം AC എന്ന് പറയുന്നത് തരംഗ വൈദ്യുതിയാണ്. അപ്പോൾ ഒരേ ഡയറക്ഷൻ തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. ഡയോഡ് ഒരു റെക്ടിഫയറാണ്. AC-യെ DC ആക്കി മാറ്റുന്ന റെക്ടിഫയറാണ്. DC-യെ AC ആക്കി മാറ്റുന്ന ഓസിലേറ്ററാണ്. AC-യെ DC ആക്കി മാറ്റുന്ന റെക്ടിഫയറും DC-യെ AC ആക്കി മാറ്റുന്ന ഓസിലേറ്ററുമാണ്. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്ന കണ്ടുപിടുത്തമാണ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററാണ് ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്ന കണ്ടുപിടുത്തം. ഇലക്ട്രോണിക്സിലെ 2ാം തലമുറ കണ്ടുപിടുത്തമാണ് ട്രാൻസിസ്റ്റർ. ഇലക്ട്രോണിക്സിലെ 2ാം തലമുറ കണ്ടുപിടുത്തമാണ് ട്രാൻസിസ്റ്റർ. വൈദ്യുത പ്രവാഹത്തിൽ ഒരു പ്രതിരോധം, ഒരു തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. താൽക്കാലികമായി വൈദ്യുത ചാർജ് ശേഖരിച്ചു വയ്ക്കുന്ന ഒരു ഉപകരണമാണ് കപ്പാസിറ്റർ. ഹിന്ദി സാഹിത്യത്തിലെ കുലപതിയായ പ്രേംചന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? ധൻപത് റായ്. ധൻപത് റായിയാണ് ഹിന്ദി സാഹിത്യത്തിലെ കുലപതിയായ പ്രേംചന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ? സർ CD ദേശ്മുഖ്. സർ CD ദേശ്മുഖാണ് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. മുംബൈയാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ ആർക്കൽ സ്മിത്താണ്. ഓസ്ബോൺ ആർക്കൽ സ്മിത്താണ് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ. ബയോഗ്യാസിലെ പ്രധാന ഘടകം? മീഥൈൻ. മീഥൈനാണ് ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകം. ഭോപ്പാൽ വാതക ദുരന്തത്തിന് കാരണമായ വാതകം മീഥൈൽ ഐസോസൈനേറ്റ് ആണ്. മീഥൈൻ ഐസോസൈനേറ്റ് ആണ് ഭോപ്പാൽ വാതക ദുരന്തത്തിന് കാരണമായ വാതകം. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്ന മീഥൈനാണ്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്ന മീഥൈനാണ്. സിഗരറ്റ് ലൈറ്റിൽ ഉപയോഗിക്കുന്നത് ബ്യൂട്ടൈനാണ്. ബ്യൂട്ടൈനാണ് സിഗരറ്റ് ലൈറ്റിൽ ഉപയോഗിക്കുന്ന വാതകം. പ്രകൃതി വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളാണ് മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവ. മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവ പ്രകൃതി വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് മീഥൈനാണ്. പ്രകൃതിവാതകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് മീഥൈനാണ്. പാചകവാതകത്തിൻ്റെ അതായത് LPGയിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ്.
പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ് പാചകവാതകത്തിൽ, അതായത് LPG അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമായ IRS-1D ഭ്രമണപഥത്തിലെത്തിച്ച റോക്കറ്റ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമല്ല. ശരിയായിട്ടുള്ള ഉത്തരം PSLV-C1 ആണ്. PSLV-C1 ആണ് ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമായ IRS-1D ഭ്രമണപഥത്തിലെത്തിച്ച റോക്കറ്റ്. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ സ്ഥലമാണ് ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാറ്. അപ്പോൾ എല്ലാതരം എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്തിടെ പത്രത്തിൽ വന്ന സാറ്റലൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ശേഖരിച്ച് പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഒറ്റ വിക്ഷേപണത്തിൽ 3 ദൗത്യങ്ങൾ പൂർത്തീകരിച്ച ഒരു റോക്കറ്റിൻ്റെ കഥ നമ്മൾ വായിച്ചു. അതേതാണെന്ന് നോക്കി കണ്ടുപിടിക്കുക. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് സുപ്രീം കോടതി അയോഗ്യനാക്കിയ പാക് പ്രധാനമന്ത്രി യൂസഫ് റാസ ഗിലാനി. യൂസഫ് റാസ ഗിലാനിയാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് സുപ്രീം കോടതി അയോഗ്യനാക്കിയ പാക് പ്രധാനമന്ത്രി. 3 തവണ പാക് പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് നവാസ് ഷെരീഫ്. ഓൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ സ്ഥാപകൻ പർവേസ് മുഷറഫാണ്. പർവേസ് മുഷറഫാണ് ഓൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ സ്ഥാപകൻ. ഇൻ ദ ലൈൻ ഓഫ് ഫയർ, എ മെമ്മോർ എന്നിവ പർവേസ് മുഷറഫിൻ്റെ കൃതികളാണ്. ഇൻ ദ ലൈൻ ഓഫ് ഫയർ, എ മെമ്മോർ പർവേസ് മുഷറഫിൻ്റെ കൃതികളാണ്. ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതാ പ്രധാനമന്ത്രിയാണ് ബേനസീർ ഭൂട്ടോ. ബേനസീർ ഭൂട്ടോ ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതാ പ്രധാനമന്ത്രിയാണ്. കിഴക്കിൻ്റെ പുത്രി എന്നറിയപ്പെടുന്ന ബേനസീർ ഭൂട്ടോയാണ്. ബേനസീർ ഭൂട്ടോയാണ് കിഴക്കിൻ്റെ പുത്രി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി. മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏതു നിറത്തിൽ കാണപ്പെടും? ചുവപ്പ്. മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ചുവപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുക. ഇനി മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ പച്ച നിറത്തിൽ തന്നെയായിരിക്കും കാണുക. അതേപോലെ മഞ്ഞപ്പൂവ് നീലപ്രകാശത്തിൽ കറുപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുക. മഞ്ഞപ്പൂവ് നീലപ്രകാശത്തിൽ കറുപ്പ് നിറത്തിലും മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ പച്ച കളറിലുമായിരിക്കും കാണപ്പെടുക. പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അധാര്യ വസ്തുക്കളാണ്. 2 ഒളിമ്പിക്സ് മത്സരങ്ങളിൽ തുടർച്ചയായി ട്രിപ്പിൾ നേടിയ ആദ്യ അത്ലറ്റ് ഉസൈൻ ബോൾട്ട്. ഉസൈൻ ബോൾട്ടാണ് 2 ഒളിമ്പിക് മത്സരങ്ങളിൽ തുടർച്ചയായി ട്രിപ്പിൾ നേടിയ ആദ്യത്തെ അത്ലറ്റ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ താരമാണ് ഉസൈൻ ബോൾട്ട്. ജമൈക്ക താരമാണ് ഉസൈൻ ബോൾട്ട്. 100 മീറ്ററിലും 200 മീറ്ററിലും ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ ആദ്യത്തെ താരമാണ് ഉസൈൻ ബോൾട്ട്. നീന്തൽക്കുളത്തിലെ സ്വർണ്ണ മത്സ്യം എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫെൽപ്സ് ആണ്. മൈക്കൽ ഫെൽപ്സ് ആണ് നീന്തൽക്കുളത്തിലെ സ്വർണ്ണ മത്സ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒളിമ്പിക്സിൽ ഏറ്റവും അധികം മെഡൽ കരസ്ഥമാക്കിയ അമേരിക്കൻ നീന്തൽ താരമാണ് മൈക്കൽ ഫെൽപ്സ്. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി 2 കാലുകളുമില്ലാതെ 400 മീറ്റർ സെമിഫൈനലിലെത്തിയ താരമാണ് ഓസ്കർ പിസ്റ്റോറിയസ്. ബ്ലേഡ് റണ്ണർ എന്നറിയപ്പെടുന്ന താരമാണ് ഓസ്കർ പിസ്റ്റോറിയസ്. റാഫേൽ നദാൽ ടെന്നീസ് താരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായ സ്ഥലം കായംകുളം. കായംകുളത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയം കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയം കൊൽക്കത്തയിലാണ്. നാഷണൽ ഗാന്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നാഷണൽ ഗാന്ധി മ്യൂസിയം ന്യൂഡൽഹിയിലാണ്. കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുനെൽവേലി. കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അണുനിലയം താരാപൂറാണ്. താരാപൂറാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണുനിലയം. ഇന്ത്യ റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ച ആണവ നിലയമാണ് തമിഴ്നാട്ടിലെ കൂടംകുളം. കൂടംകുളം സമരനായകൻ SP ഉദയകുമാറാണ്. SP ഉദയകുമാറാണ് കൂടംകുളം സമരനായകൻ. കൂടംകുളം ആണവ കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും റഷ്യൻ പ്രസിഡന്റ് മിഖേൽ ഗോർബച്ചേവുമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും റഷ്യൻ പ്രസിഡന്റ് മിഖേൽ ഗോർബച്ചേവുമാണ്
കൂടംകുളം ആണവ കരാറിൽ ഒപ്പുവെച്ചത്? നറോറ ആണവ നിലയം ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലാണ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. കക്കർപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ് കക്കർപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. താരാപൂർ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലാണ് താരാപൂർ വൈദ്യുത നിലയം. കൈഗ കർണാടകയിലാണ്. കൈഗ ആണവ നിലയം കർണാടകയിലാണ്. കൽപ്പാക്കവും കൂടംകുളവും തമിഴ്നാട്ടിലാണ്. കൽപ്പാക്കവും കൂടംകുളവും തമിഴ്നാട്ടിലാണ്. കോട്ട ആണവ നിലയം രാജസ്ഥാനിലാണ്. കോട്ട ആണവ നിലയം രാജസ്ഥാനിലാണ്.